എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ തയ്യാറാകുന്നില്ല. ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ബലാത്സംഗ കേസ് നിലനിൽക്കില്ലെന്നും പരാതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നും ഹർജിയിൽ രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു. ജാമ്യ ഹർജിയുടെ പകർപ്പ് 24 ലഭിച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിൻ ചെയ്യുന്നു. വിഷ്ണു, നേരത്തെ മുൻകൂർ ജാമ്യ ഹർജിയിൽ നിന്ന് വിഭിന്നമായ എന്തെങ്കിലും കാര്യങ്ങൾ ഹൈക്കോടതി സമർപ്പിക്കുന്ന മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ പറയുന്നുണ്ടോ? എന്താണ് മുൻകൂർ ജാമ്യ ഹർജിയുടെ വിശദാംശം? സുഹൈല് 16 സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഫാക്ട്സ് ആണ് രാഹുൽ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേത് ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന രാഹുൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള ഒരു പരാതി മാത്രമാണിത്. ഇത് തനിക്ക് നേരിട്ട് ബന്ധമില്ല എന്ന് രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. പരാതിക്കാരിയും താനും തമ്മിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. അതിന് പിന്നിൽ താനാണെന്ന് പരാതിക്കാരി തെറ്റിദ്ധരിച്ചു. അതിൽ നിന്നുണ്ടായ വൈരാഗ്യത്തെ തുടർന്നാണ് ഈ പരാതി എന്നും രാഹുൽ പറയുന്നുണ്ട്. ഒപ്പം കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന്റെ ആവശ്യമില്ല എന്ന് രാഹുൽ പറയുന്നു. അറസ്റ്റ് തടയണം, അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ താൻ തയ്യാറാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എസ് രാജീവ് മുഖേന നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നുണ്ട്. രാഹുലിനെ സംബന്ധിച്ച് രാഹുലിന്റെ ഒരു ആവശ്യം അതൊരു നോട്ട് ടു അറസ്റ്റ് ആണ്. ജാമ്യ ഹർജിയിൽ പിന്നീട് വിശദമായി വാദം കേൾക്കുന്ന ഘട്ടത്തിൽ അതുവരെ തന്റെ അറസ്റ്റ് തടയണം എന്നുള്ളതായിരിക്കും രാഹുൽ പ്രധാനമായും ഹൈക്കോടതിയിൽ ഒരു പ്രതീക്ഷയായി രാഹുൽ കാണുക. സാധാരണഗതിയിൽ മുൻപ് ഇത്തരം കേസുകൾ പരിഗണിച്ച ഘട്ടത്തിലൊക്കെ ആ കേസിലെ പ്രതികൾക്ക് ഒരു നോട്ട് ടു അറസ്റ്റ് ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അടുത്ത സമയം കേസ് പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു താൽക്കാലിക ആശ്വാസം തേടി തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് നേരിട്ട് അല്ലാതെ ഇപ്പോൾ സെഷൻസ് തള്ളിയ പശ്ചാത്തലത്തിൽ എത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നേരിട്ട് എത്താതിരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിലവിൽ ഹൈക്കോടതിയിലേക്ക് എത്തുന്ന ആന്റിസിപ്പേറ്ററി ബെയിലുകളെല്ലാം സെഷൻസ് കോടതിയിൽ പരിഗണിക്കുക എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലവിലെ ഒരു നിലപാട്. ആ പശ്ചാത്തലത്തിലാണ് ഒരു തിരിച്ചടി മുൻകൂട്ടി കണ്ടുകൊണ്ട് രാഹുൽ സെഷൻസിൽ പോയി ഒരു ശ്രമം നടത്തി. ആ ശ്രമം പരാജയപ്പെട്ടു. ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ നാളെയോടുകൂടിയായിരിക്കും ഹർജി പരിഗണിക്കുക. ഇന്ന് ഇൻസ്ട്രക്ഷന് പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഇന്ന് ടുഡേ മൂവ് ഇല്ല. നാളെ ശനിയാഴ്ച സിറ്റിംഗ് ഉണ്ട് ഹൈക്കോടതിയുടെ. അങ്ങനെയെങ്കിൽ നാളെ ആയിരിക്കും പരിഗണിക്കുക. പക്ഷേ ഇന്നിപ്പോൾ പോലീസിനോട് വിശദീകരണം ചോദിക്കാനുള്ള ഒരു സാധ്യതയും നിലവിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സുഹൈൽ. വിഷ്ണു, പ്രൈമറിലി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ലക്ഷ്യമിടുന്നത് ഹർജി പരിഗണിക്കുന്നവരെ അല്ലെങ്കിൽ തീർപ്പാക്കുന്നവരെ നോട്ട് ടു അറസ്റ്റ് തടഞ്ഞുള്ള ഒരു പ്രസ്താവനയെങ്കിലും ഉണ്ടാകണമെന്ന കാര്യത്തിലാണോ ഈ ജാമ്യ ഹർജി സ്ട്രെസ് ചെയ്യുന്നത്? സ്വാഭാവികമായും ഹൈക്കോടതിയിൽ ആന്റിസിപ്പേറ്ററി ഫയൽ ചെയ്യുന്ന എല്ലാവരുടെയും ആവശ്യം അത് തന്നെയാണ്. ഒരു നോട്ട് ടു അറസ്റ്റ്, ഈ ഹർജിയിൽ ഒരു തീർപ്പുണ്ടാകുന്നതുവരെ ഒരു നോട്ട് ടു അറസ്റ്റ് വേണം എന്നുള്ളതും അങ്ങനെ നോട്ട് ടു അറസ്റ്റ് നൽകുകയാണെങ്കിൽ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കാമെന്നും ഈ വിവരങ്ങളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി പങ്കുവെക്കാമെന്നും ഒക്കെ ഈ ഹർജിയിൽ രാഹുൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് തന്നെയായിരിക്കും ഒരു ശ്രമം. ഒപ്പം ഇതിൽ തനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. തന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ല, താൻ നിരപരാധിയാണ്, ഇത് രാഷ്ട്രീയ പ്രേരിതമായുള്ളൊരു കേസ് എന്നാണ് രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ഈ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നത്. അതിന് കോടതി അതിൽ എന്തൊക്കെ തീരുമാനമെടുക്കും, അതോടൊപ്പം പ്രോസിക്യൂഷൻ ആ വിഷയത്തെ എങ്ങനെ കണ്ടിക്കും, നേരത്തെ സെഷൻസിൽ വാദിച്ചതുപോലെ തന്നെയാണോ, അതല്ലെങ്കിൽ അതിനൊരു പിടി കടന്ന് എന്തെങ്കിലും നിലപാടുകൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടാകുമോ എന്നുള്ളതൊക്കെ ഏറെ നിർണായകമായിരിക്കും. സുഹൈൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.